എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാച്ചുറലായിട്ട് നമുക്ക് താരനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. താരൻ മെയിനായിട്ട് ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഹായ് എവരി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ, അൽ സൈത്തൂൻ ഫാർമസി, കൽബ ഫുജേറ. ഇന്ന് ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് താരൻ. ഏത് ഓൺലൈൻ മീഡിയയിൽ നോക്കി കഴിഞ്ഞാലും താരന് വേണ്ടിയിട്ടുള്ള ഷാമ്പുകളും ഓയിലുകളും ഒറ്റമൂലികളും ക്രീമുകളും കണ്ടീഷണറുടെ പരസ്യങ്ങൾ മാത്രമാണ്. ഒരുപാട് ചാനലുകളിൽ താരന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ പറയുകയുണ്ടായി. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് താരൻ എങ്ങനെ ഉണ്ടാകുന്നു, നാച്ചുറലായിട്ട് നമുക്ക് താരനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, താരൻ ഒരിക്കലും വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. താരൻ മെയിനായിട്ട് ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ കൊണ്ടും രണ്ടാമത് എക്സ്റ്റേണൽ പ്രശ്നങ്ങൾ കൊണ്ടും. എക്സ്റ്റേണൽ പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ തലയിൽ അമിതമായിട്ട് എണ്ണ ഉപയോഗിക്കുന്നത്, ഷാമ്പുവിൻ്റെ ഉപയോഗം, ക്ലോറിൻ വാട്ടറിലെ നിങ്ങളുടെ കുളി എന്നീ പ്രശ്നങ്ങൾ കൊണ്ടാണ് അധികം താരൻ വരുന്നത്. ഒരു ചെറിയൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ താരൻ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനും പറ്റും. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇൻറ്റേർണലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, നല്ല ബാക്ടീരിയാസ് നിങ്ങളെ ഗട്ടിലില്ലെങ്കിൽ ഫംഗസ് ഗ്രോത്തും ഈസ്റ്റിൻ്റെ ഗ്രോത്തും ഒരുപാടായിട്ട് താരൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനത്തെ സംഗതികളിലാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നല്ല പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സുകൾ എടുക്കുക, പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. വയറിൽ വിരശല്യം ധാരാളമായിട്ടുണ്ടെങ്കിലും ഈ സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതേപോലെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വിരയുടെ മരുന്ന് എടുത്തിട്ട് അത് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഗ്യാസ്ട്രൈറ്റിസിനും അതേപോലെ ഗട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ വേണ്ട രീതിയിലുള്ള പ്രോബയോട്ടിക്സുകളും മെഡിസിൻസുകളും എടുത്താൽ തന്നെ നിങ്ങളെ താരൻ ഒരു 90% പോകും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്ട്രെസ്സ് കൊണ്ടാണ്. ഒരുപാട് സ്ട്രെസ്സുള്ള ആൾക്കാർക്കും താരൻ ഒരുപാടായിട്ട് കണ്ടുവരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് ഔട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനിവിടെ മെഡിറ്റേഷൻസ്, എക്സസൈസുകളൊക്കെ ചെയ്യുക. രണ്ടാമതായിട്ട് പറയാനുള്ള എക്സ്റ്റേണൽ പ്രശ്നങ്ങളാണ്. അമിതമായിട്ട് എണ്ണ തലയിൽ ഉപയോഗിക്കുന്നത്, അമിതമായിട്ട് ഷാമ്പുവിൻ്റെയും ക്രീംസിൻ്റെയും കണ്ടീഷണറുടെ ഉപയോഗം, അതേപോലെ ക്ലോറിനേറ്റഡ് വാട്ടറിലുള്ള കുളി. ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിൽ നമ്മൾ തല കഴുകി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, തലയോട്ടിനെ ബ്ലീച്ച് ചെയ്തിട്ട് ഡ്രൈനസ് ഉണ്ടാക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് തലയോട്ടിയിലെ സബേഷ്യസ് ഗ്ലാൻഡ് ഒരുപാട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്തിട്ട് താരൻ ഉണ്ടാകുന്നു. ക്ലോറിൻ കണ്ടന്റ് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാലും താരൻ കൂടാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. കഴിയുന്നതും ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നിങ്ങൾ തലയിൽ ഉപയോഗിക്കാണ്ടിരിക്കുക, നല്ല ഫിൽറ്റർ ചെയ്ത വാട്ടറുകൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈനസിനോണ്ടാണ്. ഡ്രൈനസ് കൊണ്ടും താരൻ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ AC നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും തലയിലേക്ക് AC കാറ്റടിക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ ഡ്രൈനസ് ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടും താരൻ കൂടും. അങ്ങനത്തെ കേസിൽ നിങ്ങൾ നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ 2 തുള്ളിയോ 3 തുള്ളിയോ വൈറ്റമിൻ E ഒഴിച്ചിട്ട് കുളിക്കുന്നതിന് മുമ്പ് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ്, അതിനുശേഷം നിങ്ങളത് വാഷ് ചെയ്ത് കളയാം. താരൻ വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിനേറ്റഡ് വാട്ടറിൽ നിന്ന് തല കഴുകാണ്ടിരിക്കുക, ഓവറായിട്ട് തലയിൽ എണ്ണ തേക്കാണ്ടിരിക്കുക, ഓവറായിട്ട് ഷാമ്പു ഉപയോഗിക്കാണ്ടിരിക്കുക, സ്ട്രെസ്സിനെ കുറക്കുക. പിന്നെ പറയുന്നത് ഇൻറ്റെസ്റ്റൈനലിലെ പ്രശ്നങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ല പ്രോബയോട്ടിക്സ് കഴിക്കാൻ, നല്ല ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും ഇൻറ്റെസ്റ്റൈനൽ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. ശരീരം ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം കുടിക്കുക. സാധാരണഗതിയിൽ ഓവറായിട്ട് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ആൻറ്റി ഫംഗൽ ഷാമ്പുകളും അതിൻ്റെ കൂടെ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഡ്രോപ്പുകളും എഴുതാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിറ്റോക്കനാക്സാൾ ഷാമ്പു, അതിൻ്റെ കൂടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റാമെത്തസോണോ അല്ലെങ്കിൽ ഗ്ലോബറ്റസോൾ അടങ്ങിയ ഡ്രോപ്പുകൾ ഡോക്ടേഴ്സ് എഴുതി കാണാറുണ്ട്. താരന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഷാമ്പുകൾ കിറ്റോക്കനോസോൾ അടങ്ങിയ ഷാമ്പുകൾ, സാലിസിലിക് ആസിഡ് അടങ്ങിയ ഷാമ്പുകൾ, കോൾട്ടാർ അടങ്ങിയ ഷാമ്പുകൾ, സെലീനിയം സൾഫൈഡ് അടങ്ങിയ ഷാമ്പുകളെല്ലാം ഡോക്ടേഴ്സ് എഴുതി കാണാറുണ്ട്. അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.